പറഞ്ഞോ. ഇതാണ് നമ്മള് അമ്മയ്ക്കും കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് വെക്കും. ഈ മല നമ്മൾ ഒരു കയറ് പോലും ഇല്ലാതെയാണ് കയറി വന്നത്. അമ്മയ്ക്കത് പറ്റില്ല. അതുകൊണ്ടാണ് അമ്മ അവിടെ തന്നെ താഴെ തന്നെ ഇരുന്നു. ഞാൻ നോക്കട്ടെ. ഈ മല നമ്മൾ കയറി വന്നു. അമ്മയ്ക്ക് ഇത് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ നിന്ന് മഞ്ഞ് കൊണ്ടുപോവുകയാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കാൻ പടിയുള്ളവർ അങ്ങോട്ട് നോക്കൂ. ഇതാണ് നമ്മുടെ താരം. അത് ചിലപ്പോ തണുപ്പ് കൂടിയോണ്ടേ അറിയില്ല. തണുപ്പ് കൂടുമ്പോ ഇതിനും കൂടി കുറച്ചെടുക്ക്. എടി ഇത്ര വലുത് ഇങ്ങോട്ട് വാ. ഈ വർഷം ഏതേക്കാ ഞാൻ ഇപ്പൊ പൊട്ടിച്ചെടുത്തു. ഇതാടി ഇതും കൂടെ എന്റെ കൂടെ ചേർക്ക്. ഊഫ്, കൈയൊക്കെ മരവിച്ചിരിക്കുകയാണ്. ഇതാ ചേർത്തോ. പട്ടിയെടുത്തോളാം. ഈ ചെറിയ ചാല് പോലെ പോണണ്ട. ഇതാണ് പിന്നീട് നമ്മുടെ ഇൻഡസ് നദി ഉണ്ടല്ലോ, സിന്ധു നദീതട സംസ്കാരം, അതിന്റെ ഒരു പോഷക നദിയായ ബിയാസായി മാറുന്നത് ശ്രദ്ധിച്ചു കണ്ടോ. ഇതൊക്കെ ചേർന്നല്ലേ ബിയാസ് വരണ. ഈ മഞ്ഞ് കാണുന്നത് പോലെയല്ല ഇവിടത്തെ തണുപ്പ്. ഹിമാലയ മല കാണിച്ചു കൊടുക്കട്ടെ. പിന്നെ അവിടെ മഞ്ഞ് വീഴുന്നത് കണ്ടോ. പിന്നെ കാണുന്നത് പോലെ ഇവിടെ അല്ല ഇവിടത്തെ തണുപ്പ്. എന്റെ കാലൊക്കെ മരവിച്ചിരിക്കുകയാണ്. ചുമ്മാ ഞാൻ ക്ലോസ് ആവില്ലേ. എന്റെ കാലൊക്കെ മരവിച്ചിരിക്കുകയാണ്. എനിക്ക് നടക്കാൻ പറ്റും, പക്ഷെ ഓടാൻ പറ്റൂല. ഓക്കെ, ഇതൊക്കെ ഹിമാലയൻ മലകൾ കാണാം. ഇത്ര ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടുന്നു. ബിയാസ് നദിയുടെ തുടക്കത്തിൽ ചിലതാണ് ഇതൊക്കെ. നിർത്താടി, നിക്ക്, നമുക്ക് ആ മലയൊക്കെ എടുത്തിട്ട് നിർത്താം. ആ താഴെയാണ് നമ്മുടെ ഗാഡി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സ്റ്റീപ്പ് സ്ലോപ്പ് ഉണ്ടല്ലോ, ഇത് അള്ളിപ്പിടിച്ച് കയറിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ വരാൻ കണ്ട ഇതേപോലെ സ്ട്രെയിറ്റ് റോഡുണ്ട്, പക്ഷേ എന്താ വെച്ചാൽ 8 കിലോമീറ്റർ സഞ്ചരിക്കണം. സ്ലോപ്പ് വഴി കയറിയാൽ 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. ഓക്കെ, അടുത്ത വർഷം പറ. ഓഫ് ചെയ്യണോ? എന്തിന്? ഓഫ് ചെയ്ത് ഞാനാ